നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ടെലിഗ്രാം അല്ലേ? അപ്പോൾ ടെലിഗ്രാമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പരിചിതമല്ലാത്ത കുറേ അധികം ഗ്രൂപ്പ് ഉണ്ടാവും. അഡ്മിൻ ആരാന്ന് അറിയാത്ത കുറേ അധികം ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ടെലിഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ പല പല ഫയലുകളൊക്കെ നമ്മൾ ടെലിഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നവരുണ്ടാവും. ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ടെലിഗ്രാം ഹാക്ക് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഹാക്ക് ചെയ്യാതിരിക്കാൻ ഈ ടെലിഗ്രാമിനെ സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി സെറ്റിംഗ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ആദ്യം ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക. ടെലിഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ 3 ലൈന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളവിടെ എടുക്കേണ്ടത് പ്രൈവറ്റി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ആണ് സൗണ്ടിൻ്റെ താഴെ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് എ പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മറക്കാത്ത ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ വീണ്ടും ആ പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റീ എൻ്റർ പാസ്വേഡ് എന്ന്. നമ്മൾ വീണ്ടും അവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് നെയിം ഒന്ന് കൊടുക്കുക. ഞാനിപ്പോൾ നെയിം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നെയിം കൊടുക്കുകയാണ്. എൻ്റെ നെയിം തന്നെ ഞാനിവിടെ കൊടുക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും ഞാൻ നന്ദു എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഒരു റിക്കവറി ഇമെയിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ റിക്കവറി ഇമെയിൽ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു പിന്ന് വരും. ഇമെയിലിലേക്ക് ഒരു പിന്ന് വരും. അപ്പോൾ ആ പിന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇമെയിലാണോ കൊടുത്തത് ആ ഇമെയിലിലേക്ക് ഈ പിന്ന് വന്നിട്ടുണ്ടാവും. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മളെ വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് പാസ്വേഡാണോ ഫസ്റ്റ് കൊടുത്തത് ആ പാസ്വേഡ് ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണാൻ സാധിക്കുന്നത് ഞാൻ ആ പാസ്വേഡ് തന്നെ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ടിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചേഞ്ച് പാസ്വേഡ് എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഡിസേബിൾ പാസ്വേഡ് എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകും അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാത്തതായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി വളർന്നു ചെയ്ത് വെക്കുക. കൂടുതലൊന്നും പറഞ്ഞു കിട്ടുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ.